നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർ അവൾക്കിപ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇപ്പോഴേ. കർമ്മരംഗത്ത് അല്പം തടസ്സങ്ങളും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്പം കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അല്പം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയായിട്ടൊക്കെ പിരിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പോലീസ് കേസ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് വ്രതം പൂയം ആയില്യം നാളാർക്ക് പറയും. അപ്പം അത് ചില ആൾക്കാർക്ക് ഇത്തിരി കഠിനമായിട്ട് ബാധിക്കും. ചില ആൾക്കാർക്ക് അതങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് ബാധിക്കാതെയൊക്കെ അങ്ങോട്ട് പോകും. ധനമായിട്ട് ബന്ധപ്പെട്ടൊന്നും ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയില്ല. പക്ഷേ എന്നാൽ അതിലുപരി മനസ്സിന് ക്ലേശങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, വിവാഹം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ ധനത്തിന് വിഷമിക്കാനില്ല. കർമ്മരംഗം ധനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ശോഭിക്കും. അപ്പം അതുകൊണ്ട് അതങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ബാധിക്കില്ല. പക്ഷെ അതിലുപരി മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അസ്ഥികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടേ നടു, അതുപോലെ തന്നെ കൈയുടെ അസ്ഥികൾ അങ്ങനെയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വയ്യകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഒടിവ് വ്രണങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള സമയമാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ മോചനം കിട്ടണം. അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ ആരും അനുഭവിക്കാതെ, ആ ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പം അതിന് ഏറ്റവും പ്രധാനം മഹാദേവന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക, ജലധാര കഴിച്ച് പ്രാർത്ഥിക്കാം, അഘോര മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കാം. അതൊക്കെ അല്പം നല്ലതാണ്. അതുപോലെ തന്നെ അടുത്തെവിടെയെങ്കിലും നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ നവഗ്രഹ പൂജ കഴിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ആദിത്യന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷമാണ്. അല്ലെങ്കിൽ ആദിത്യന് ചുവന്ന പട്ടും ഒരുപിടി നാണയവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതൊക്കെ വിശേഷമാണ്. ഈ ബുദ്ധിമുട്ടുകൾ ബാധിക്കാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഭഗവാന് ത്രിമധുരം അല്ലെങ്കിൽ അഷ്ടോത്തര മന്ത്രാർച്ചന ഇവയെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഈ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിന് മോചനം കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റിയ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെയാണത്. അപ്പം അങ്ങനെയുള്ള വഴിപാടുകളും പ്രാർത്ഥനകളെല്ലാം കഴിച്ച് ആരും വിഷമിക്കരുത്. ഒരാൾക്കും ഈ സമയദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരരുത്. അപ്പം അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഗുണങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ നമ്മൾക്കൊക്കെ കിട്ടണം. ആത്മാർത്ഥമായിട്ട് പോയിട്ട് മഹാദേവ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നവഗ്രഹങ്ങൾക്കൊക്കെ പോയി പ്രാർത്ഥിച്ച് ആ ദേവതകളുടെ എല്ലാം അനുഗ്രഹം കിട്ടുന്ന രീതിയിലൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടണം. ആ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം കിട്ടണം. അപ്പം അതിനെല്ലാവരും പ്രയത്നിക്കണം. സങ്കടം ഉണ്ടാവരുത് ആർക്കും, വിഷമം ഉണ്ടാവരുത് ആർക്കും. വിഷമിക്കുന്ന മനസ്സുകളാവരുത് ആരും. അപ്പം അതിനു വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. മഹാദേവനെ കൈവിടാതെ പ്രാർത്ഥിക്കുക. എല്ലാ വിഷമങ്ങളും ദൈവം മാറ്റിത്തരും. അപ്പം എന്തായാലും ഈ നക്ഷത്രക്കാരൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വാഹനമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നാളുകാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ പങ്കാളിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ടൊക്കെ പോകാനുള്ള മനസ്സൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ജോലി സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആരോടൊന്നും കലഹിക്കാനും ദേഷ്യപ്പെടാനൊന്നും പോകരുത്. കാരണം നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് അതെല്ലാം നമുക്ക് ദോഷത്തിൽ ബാധിക്കും.
നമുക്ക് ചിലപ്പോൾ അവർ ഉപദ്രവിക്കുന്ന രീതിയിലാണ് നമുക്ക് നമ്മുടെ കർമ്മരംഗം മോശമാകുന്ന രീതിയിലൊക്കെ ആരെങ്കിലും പ്രവർത്തിക്കാനുള്ള സന്ദർഭമൊക്കെ വരും. അതൊന്നും വരാതിരിക്കണമെങ്കിൽ അതെല്ലാം ഉണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് പനിയാണ്, എനിക്ക് ആഹാരങ്ങൾ കഴിക്കാൻ സാധിക്കില്ല എന്ന ആ മനസ്ഥിതിയോടുകൂടി തന്നെ എനിക്ക് ദോഷസമയമാണ്, ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറരുത് എന്നുള്ളൊരു മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടാവണം. എന്നാലേ ഈ വിഷമങ്ങളൊന്നും അനുഭവിക്കാതെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരുള്ളൂ. അപ്പം എന്തായാലും കൃത്യമായിട്ട് തന്നെ എല്ലാവരും മനസ്സറിഞ്ഞ് മഹാദേവ ക്ഷേത്രത്തിലും അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും നവഗ്രഹ ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ പുണർദം പൂയം ആയിരം നാളുകാർ അവരുടെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് മാറട്ടെ, ഒരു സങ്കടമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഭഗവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കാണാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയെല്ലാം മഹാദേവൻ തരും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ തൊഴിൽ ഇതാണല്ല, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ആൾക്കാർക്ക് വേണ്ടി വഴിപാട് കഴിക്കുക. ഇതൊക്കെയുള്ള നമ്മുടെ തൊഴിലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓർമ്മശിവാൻ തുടങ്ങി അമ്പലവാസിയൊക്കെയാണ് നടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആൾക്കാർക്ക് വേണ്ടി വഴിപാട് കഴിക്കാനുമാണ് നമ്മളുടെ നിയോഗം. ഇപ്പം എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ദോഷങ്ങൾ തീട്ടുകളെല്ലാം മാറ്റിത്തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.